കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സ്ഥാനാർത്ഥി നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും. കഴിഞ്ഞ തവണ ഞങ്ങളുടെ ചില പോരായ്മകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. പിന്നെ വയനാട്ടിലൊരു ചരിത്രമുണ്ട്. വയനാട്ടിലെ 3 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുണ്ട്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലും മാറി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലമാണ് കൽപ്പറ്റ നിയോജക മണ്ഡലം. ഇത്തവണ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരെല്ലാം തന്നെ വളരെ ആവേശഭരിതരാണ്. അതിനനുസൃതമായി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തുടർന്ന് നടന്നിട്ടുള്ള ലോക്കൽ കൺവെൻഷനുകളൊക്കെ തന്നെ വമ്പിച്ച വിജയപ്രദമാക്കാനും നല്ല ജനപങ്കാളിത്തത്തോടുകൂടി പരിപാടി നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഞങ്ങളുടെ മുന്നണിയുടെ പ്രവർത്തകന്മാർ എല്ലാ പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ബോർഡുകളും പ്രചരണ പരിപാടികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ 2 ദിവസം കൊണ്ട് തന്നെ 1ാം ഘട്ട സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അനിൽകുമാറിന്റെ വിജയം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.